ഹേ ഗൈസ്, അപ്പോൾ നമ്മള് ബോംബെയിലാണ്. അപ്പോൾ ബോംബെയില് ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ, ഇവിടെ നൈറ്റ് ആവും. ഇപ്പോൾ സമയം 7 മണി എന്തോ നൈറ്റ് ആയിട്ടില്ല. ഇത് കിട്ടും വെട്ടം പോയിട്ടില്ല. 7 മണി ഇത്ര സമയം 6:15 എന്തായാലും കഴിക്കണം. 7:12 നോക്ക്, ബാക്ക്ഗ്രൗണ്ട് വെട്ടം നോക്കിയേ. അപ്പൊ എന്തായാലും ഇവിടെ വന്നിട്ടേ ഒന്നത്തെ കാര്യം ഭയങ്കര പീസ്ഫുൾ ആണ്. സമയം പോകുന്ന അറിയത്തില്ല. ഇന്നത്തെ ദിവസം അങ്ങനെ ഒന്നും ചെയ്തില്ലേ, പക്ഷേ വർക്ക് ജോലിയൊക്കെ ചെയ്തോണ്ട് റിലാക്സ്ഡ് ആണ്. നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ബോംബെയില്. മുംബൈ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. തിരക്കാണെങ്കിലും റഷ് ആണെങ്കിലും പക്ഷെ എന്തോ നല്ല വൈബുണ്ട് ഇവിടെ. അപ്പം നമ്മള് അറിയാലോ, ബിച്ചോണ്ടേയും ദീപ് ചേച്ചിയും പാലാച്ചൊക്കെ കഴിഞ്ഞ് പുതിയ വീട്ടിലോട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മള് പാലാച്ചിന് എന്ത് വാങ്ങണമെന്ന് ഞാനും മുതൽ ഡിസ്കസ് ചെയ്തപ്പോ അവർ പുറത്തേക്ക് പോയിട്ട് അപ്പം നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾ എന്താണ് ഇല്ലാത്തത് നോക്കിയിട്ട് നമുക്ക് പോയി വാങ്ങാന്ന് വിചാരിച്ചു. കാരണം എന്താണോ ഇല്ലാത്തത് അതല്ലേ വാങ്ങേണ്ടത് ആവശ്യം. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഇവിടെ TV ഇല്ല. TV അവർ വാങ്ങിച്ചിട്ടില്ല, വാങ്ങിയതേ ഉള്ളൂ. അപ്പം നമുക്ക് അതിന് മുമ്പ് അവർക്ക് TV അങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കാം. അപ്പൊ അവർ വാങ്ങണ്ട. അപ്പോൾ എന്തായാലും ഞാൻ അപ്പം വാള് നോക്കി. അപ്പം വാളിന് സൈസ് ആവുമ്പോൾ നമുക്ക് നല്ലൊരു ടി വി നമുക്കൊന്ന് നോക്കണം. നമ്മളിന്ന് മാളിൽ പോകുന്നുണ്ട്. കൂട്ടനും അമ്മ എല്ലാവരും, ബിച്ചോണ്ണും ദീപ്സിച്ച് എല്ലാവരും ഒരുങ്ങി റെഡിയായിട്ട് വെളിയായിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് സർപ്രൈസ് ആയിട്ട് TV വാങ്ങിച്ചെടുക്കാം ഗൈസ്. പിന്നെ നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ച് നമുക്ക് പോയി പുറത്ത് പോയി മുതലേക്ക് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് ഇവിടെ രണ്ടുപേരും കാരണം കാര്യമില്ല. കാരണം ഇത് ഫ്ലാറ്റാണ്. ഇത് ഫ്ലാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ സാധനങ്ങൾ വീട്ടിലോട്ട് വാങ്ങുന്ന സാധനങ്ങൾ വേറെ ലിഫ്റ്റിലാണ് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി വന്ന് ചേട്ടൻ പറഞ്ഞാൽ മാത്രമേ കയറ്റി വിടത്തുള്ളൂ. അപ്പൊ അതൊരു സെക്യൂരിറ്റിയാണ്. കാരണം പുറത്തുനിന്നുള്ള ആൾക്കാർ ഇപ്പം ഞാൻ പോയിട്ട് വന്നാലേ എന്നെ കയറ്റി വിടണമെന്നില്ല, ചേട്ടൻ വന്നാലേ പറ്റത്തുള്ളൂ. അപ്പൊ അത് അല്ലെങ്കിൽ ചേട്ടൻ വിളിച്ചു പറയണം. അപ്പൊ എന്താണ് ആ ലിഫ്റ്റ് വഴി കൊണ്ടുവരുമ്പോൾ എന്തോ വാങ്ങിച്ചോണ്ട് ഒന്നും എന്തായാലും മനസ്സിലാവും. പറഞ്ഞുവിടാം. എന്നിട്ട് നമുക്ക് നോക്കിയെല്ലാം സെറ്റ് ആയിട്ട് അവർക്ക് സർപ്രൈസ് ചെയ്യാം. പിന്നെ ഇവിടെ അറിയാലോ നമുക്ക് ഇവിടെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ. ഇവിടെ എന്ന് പറയുന്നത് ഒരു ലാൻഡിനൊക്കെ ഭയങ്കര റേറ്റാണ്. മുംബൈയിൽ താമസിക്കുന്നവർക്കും വർക്ക് ചെയ്യുന്നവർക്കും അറിയാം. ഫ്ലാറ്റിനാണ് റേറ്റ്. ഇപ്പൊ പറഞ്ഞില്ല, അപ്പുറത്തൊരു ഇത്ര സ്ഥലമുള്ളൂ, ഒരു 2 ബെഡ്റൂമിന് 1,50,00,000 ആണ്. 2 BHK ഫ്ലാറ്റിന് 1.5 കോടി രൂപ. അപ്പൊ എന്തായാലും പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ അത്രയും ഡിമാൻഡഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ സ്ലം പ്ലേസ് ഒക്കെ ഉണ്ട്. അവിടെ തന്നെ വാടക 10,000 രൂപ. അത് പറയുന്നത് ഇല്ലീഗലാണ്. അവര് ഇവിടെ മറ്റേ ചതുപ്പ് ഏരിയയില് അവര് തന്നെ സ്വന്തമായിട്ട് സിമെന്റ് ഒക്കെ കൊണ്ടിട്ട് അവര് തന്നെ വീട് ചുടുകട്ട വെച്ച് വീട് കെട്ടി അവരങ്ങ് താമസിച്ച അവരുടെ ഏരിയ. ഗവൺമെന്റ് ഡെവലപ്ഡ് ആകുമ്പോൾ അതൊക്കെ ഒഴിപ്പിക്കുമ്പോ പിന്നെ അടിയായി, വെടിവെപ്പായി, ബഹളമായി. പിന്നെ പറഞ്ഞിട്ട് ഫ്ലാറ്റ് പൊങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അതെല്ലാം മാറ്റർ. അപ്പൊ നേരെ നമുക്ക് മാളിൽ പോവാം, TV വാങ്ങാം. ലെറ്റ്സ് ഗോ. നമ്മൾ ഡ്രസ് കോമ്പിനേഷൻ ആണ്. ഏട്ടന്റെ പാന്റിന് പകരം എന്റെ അതേ മെറ്റീരിയൽ പാവാട. അപ്പൊ ലെറ്റ്സ് ഗോ. उधर से लिफ्ट से स्टॉप कर പറഞ്ഞു വിടുക അങ്ങോട്ട് ഹിന്ദിയില്. ലിഫ്റ്റ് സ്റ്റോപ്പ് കരോ. കരോ കരോ ബൈ. അരെ ബൈ സ്റ്റോപ്പ്. क्या आदमी है? ആദ്മിയോ? നമ്മൾ സ്ഥിരം ലിഫ്റ്റ് കയറിയ പിന്നെ നിൽക്കൂല, ഇങ്ങനെ നിൽക്കും. ഹലോ ആദ്മി. പൂരാ സൈഡ് ഈ ആദ്മി ഇല്ല, തെന്മല റാണി. അമ്മ ബോംബെ ഒറ്റയ്ക്ക് വിടണം. ടാക്സി വിളിച്ചിട്ട് നമുക്ക് ഇന്ന് രാത്രിയുള്ള ഫുഡ് അമ്മ പോയി ഹോട്ടലിൽ പോയി വാങ്ങിച്ചു പൈസ അമ്മയുടെ തന്നു വിടും. അല്ല, ഫുഡിന് തന്നെ നോ ലാംഗ്വേജ്. അതുകൊണ്ട് പേടിക്കണ്ട. നമുക്കൊന്നും പറയാനില്ല. അഭിപ്രായമില്ല. ഇതാണ് നമ്മളെ മാച്ചിങ് ഇട്ടോക്കെ അവരും മാച്ചിങ് അല്ല നിങ്ങൾ അപ്പൊ നമുക്ക് ക്യാബ് ബുക്ക് ചെയ്തിട്ട് മുംബൈ നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ടെന്നാ? നൈസാണ്. സൂപ്പർ. You will not feel like you will feel your walking day only. Everyone around you. ചേച്ചി പറഞ്ഞ എല്ലാരും ഇവിടെ കാണുന്ന ഫസ്റ്റ് മലയാളി. ഓ, ഈ ഫ്ലാറ്റിലെ ഏക മലയാളി. മലയാളി മലയാളി മലയാളി. ശരി, നമ്മളെ മലയാളം അണ്ണാ ലുങ്കി എടുത്തോണ്ട് നടക്കും. ഇത് പിടി നടക്കും. അമ്മ പറഞ്ഞു കേട്ടില്ലേ, ഇവിടെ പാന്റെ ഇടാവും, ഇവിടെ മുണ്ടൊന്നും കൊടുത്തുവിടുന്നു. അമ്മ പണ്ടി വിടായിരുന്നു. ഇവിടെ വണ്ടി ഇടുന്ന ഇങ്ങനെയാണ് ട്രീ. ഒരു വണ്ടി കയറ്റി ലിഫ്റ്റ് ചെയ്ത് വെക്കും. സ്പേസ് അത്രയും യൂസ് ചെയ്യാൻ പറ്റി. കുറച്ച് വണ്ടിയിൽ കയറ്റും. 8 ലക്ഷം. പാർക്കിങ്ങിന് 8 lakhs ആണ്.
ഒരു പാർക്കിങ്ങിന് 8 ലക്ഷം. അത് ലൈഫ് ടൈം. ഈ ഫ്ലാറ്റ് വാങ്ങുമ്പോൾ നമുക്ക് കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 8 ലക്ഷം കൂടി പേ ചെയ്താലേ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. എന്റെ വിചാരം വരുന്ന വണ്ടി തൊട്ട കാശ നോക്കിയ കാശാട്ടാ. ആ ചേച്ചി പറഞ്ഞ 8 ലക്ഷത്തിന് നമുക്കൊരു കാർ വാങ്ങാം. അത് സത്യമല്ലേ? 8 ലക്ഷം പാർക്കിങ്ങിന് കൊടുക്കുന്നത്. ദീപം പോലെ ഫീൽ രസമുണ്ടല്ലേ? നമ്മള് അടിപൊളി ഒരു അമ്പലം. ഈ ഒരു ആംഗിളിൽ അമ്പലം. അപ്പൊ നമ്മളിവിടെ 6 മാളെന്ന് പറഞ്ഞൊരു മാളിലാട്ടോ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ചെക്കിങ് നമ്മൾ ലുലു മാൾ കണക്കല്ല കേട്ടോ. സാധനങ്ങൾ ബാഗൊക്കെ അതിനകത്തൂടെ കയറ്റി വിടും. ഇവിടെ ലുലു മാളിൽ ജസ്റ്റ് കയറി പോയാൽ പോരെ. സെക്യൂരിറ്റി നമ്മളവിടെ ഇത്ര സെക്യൂരിറ്റി ഇല്ലല്ലേ മാളിലൊന്നും. ബാഗ് ചെക്ക് ചെയ്തില്ല. എയർപോർട്ട് ശരിയാ, എയർപോർട്ടാണോ ഇത്? എയർപോർട്ട് പോലെ ഇവിടെ എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. ജയിലിയൊക്കെ അതുകൊണ്ട് ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അവിടെ കല്യാൺ ജ്വല്ലറി അങ്ങനെയൊക്കെ കുറച്ച് ഇതുണ്ടല്ലോ. അതുപോലെ ഇവിടുത്തെ മെയിൻ ജ്വല്ലറിയാണിത്. വമൻ ഹരി പെട്രോൾ ജ്വല്ലറി, ഫേമസ്. ചെറിയ പേരല്ലേ. നമ്മളിതേ ബിച്ചോടിനെ എല്ലാരും അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ പരിചയക്കാരുണ്ടോ? ഇവിടെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാ ഇപ്പം നമ്മ ഇവിടെ ഒരു വീട്ടിൽ ഡെലിവറി ചെയ്യോ എന്ന് ചോദിക്കണം അല്ലേ? മുതലേ അത് ചോദിക്കാം. Samsung QLED 43,989, 43 inches. 43. Then Sony as a premium brand पे जाना तो 46 और 990 Sony आ जाएगा. तो क्वालिटी वाइज जाएंगे तो सबसे बेटर Sony का आएगा. അപ്പോൾ ഗൈസ് നമ്മള് സോണിയാണ്, നിങ്ങൾക്ക് അറിയാലോ, സോണിയാണ് ടോപ്പ് ബ്രാൻഡ് ടിവിയിലെ. സോണി അല്ലെങ്കിൽ സാംസങ്. നമ്മളെ സോണി എടുക്കാൻ പോവാം. Browse like everything, every application, G5, Hotstar, Sony Live, MX, like iPhone quality. TV in TV brand. The number 1 brand for TV. സോണിയാണ് ബെറ്റർ എന്ന് പുള്ളി പറയുന്നത്. സോണിയാണ്, അതറിയാം നമുക്ക്. ടിവിയിലെ ഏറ്റവും കൂടുതൽ ടിവികളിലെ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. അതിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ടി വി വാങ്ങുമെന്നേ. അത് ഭയങ്കര ഹാപ്പിയാണ്. സോണിന്റെ ടി വി അങ്ങനെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ആരും അധികം കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. സാംസങ്ങിന്റെയും പിന്നെയും പിക്ചർ 2 പഠിച്ചു പോകുന്ന കേട്ടിട്ടുണ്ട്. സോണി അല്ല, നമ്മുടേത് ഇതാണ് ലോക്കൽ ബ്രാൻഡ്. ഇപ്പം മൃദുല അവരെ ഇങ്ങോട്ട് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അത് തന്നെ വാങ്ങും കേട്ടോ. സോണി തന്നെ വാങ്ങും. സോണിയാണ് നല്ലത്. ലോങ് ലാസ്റ്റ് ചെയ്യും. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ടി വി അത് തന്നെയുള്ളൂ. ഗിഫ്റ്റ് റാപ്പിൽ റാപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം. ചുമ്മാ ഇങ്ങനെ നോക്കുന്നതൊക്കെ വന്നിട്ട് നമുക്ക് അങ്ങ് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. അതാണ് പ്ലാൻ. ഇല്ല, നാളെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്ന് ഇവിടുത്തെ ടൈം ആയതുകൊണ്ട് ടെക്നീഷ്യൻസ് ഒന്നും വരത്തില്ല. നമ്മുടെ വാൾ മൗണ്ട് ചെയ്യണം. അപ്പം നാളെ വന്ന് അവർ ഇൻസ്റ്റാൾ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് തരും. ഏട്ടനവിടെ ടി വി ഒക്കെ നോക്കാണ്. എന്തോ സംശയം തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ കുഞ്ഞിൻ്റെ അടുത്തോട്ട് നോക്കും. നീ കരയുന്നൊന്നുമില്ല, ബിച്ചോണ്ട് എടുത്തോളൂ. എത്ര നേരം വേണേലും ഇതോളൂ. ഇതേ സമയം അമ്മയുടെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ കണ്ടപ്പോ കരഞ്ഞാണ്. അവ എടുക്കാൻ പറഞ്ഞറിയുന്നു. പക്ഷെ ബിച്ചോണ്ട് ഇതോ ഇരിക്കുന്നു. എന്നെ വേണ്ട, എന്നെ വേണ്ട നിനക്ക്. ഓഹോ, എന്നെ വേണ്ട. സെൽഫ് ലവ് അമ്പു, സെൽഫ് ലവ് അമ്പു. അച്ചടിയേ സമയം കുറേ ആയി. നമ്മുടെ ഷോപ്പൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തവര്. നമ്മളിത് ഗിഫ്റ്റ് റാപ്പിൽ പുതിയ കേട്ടോ. അപ്പം അവിടെ പിന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ കയറി അവർ ഡ്രസ്സൊക്കെ എടുത്ത് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര സർപ്രൈസ് ഒന്നുമില്ല, എന്നാലും നമ്മുടെ ഒരു ചെറിയ ചെറിയ സന്തോഷം അത്രയേ ഉള്ളൂ. നമ്മളൊരു ബിഗ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അമ്പൂനും ഏട്ടനും ഒഴിച്ച് നമുക്ക് എല്ലാവർക്കും നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രിന്റർ വാങ്ങുമെന്നുള്ള വേദന നിൽക്കാം. ഷോപ്പിംഗ് കംപ്ലീറ്റ്. ഡ്രസ്സ് എടുത്താണോ? കവർ നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കിയല്ല. ഡെലിവേർഡ് അഡ്രസ് ആൻഡ് This is our happiness. This is surprise. Not wrong. അത് താഴെ ഒരു ചെറിയ സർപ്രൈസ് ഗൈസ്. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ്. പക്ഷേ ഈ അമ്മയുണ്ടല്ലോ, ആദ്യ സാധനം അമ്മയ്ക്ക് അറിയാം എന്തോ സർപ്രൈസ് ഉണ്ടെന്ന്. Guess this brand. Guess the brand. No idea.
first let's die. Ah, Size देखो कौन सा size है. ഗസ് ബ്രാൻഡ് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ. അതെ. PPL. അതന്നെ നോക്ക്. Sony. ഓക്കെ നമ്മളെ ചെറിയ സന്തോഷം. It's പാലാച്ചി our ഹൗസ് വാമിംഗ് ഗിഫ്റ്റ്. ഹൗസ് വാമിംഗ് ഗിഫ്റ്റ്. They came, they are just doing palachan. Yeah. In നമുക്ക് വരാൻ പറ്റിയില്ല ആ സമയത്ത്, അതുകൊണ്ട് വരാൻ പറ്റില്ല, അതുകൊണ്ട് അതെ. അപ്പം പോവാം, ഫുഡ് കഴിക്കാം. നമ്മുടെ പ്ലാൻ കുറച്ചെങ്കിലും വർക്കൗട്ട് ആയോ? അതാ ഒരു പ്രതീക്ഷ. ഇത്രയൊക്കെ വലിയ seriously, If you it was. No, I was not at all expecting, but it was നമ്മുടെ not that മുംബൈ much ഇച്ചിരി needed. surprise. Seriously. എന്താണെന്നറിയുമോ, It's like- every 6 months if you come office right now, first watch our video on this TV. We anyhow നമ്മുടെ വീഡിയോ കാണണം, അതിനുവേണ്ടി വാങ്ങിച്ചത്. എല്ലാ സാറോടി നമ്മളെ വീഡിയോ കൃത്യമായിട്ട് കാണും. Yes. Okay, നാളെ അവരൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും. അതല്ല, നമ്മളൊരു വീഡിയോ ഇടുമ്പോ അതിൽ ബിച്ചുണ്ടായിരിക്കും ആദ്യം പറയുന്നത് ആ വീഡിയോ കൊള്ളാം, എഡിറ്റിംഗ് കൊള്ളാം, എല്ലാ suggestions ഉം എല്ലാം പറയുന്നത്. ഇംപ്രൂവ് ചെയ്യണം, മ്യൂസിക് ഇംപ്രൂവ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പൊ ഇനി ടി വി കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്തൊരു എനിക്ക് എല്ലാം സജഷൻസ് അറിയാം. തരും. like me. It was seriously not needed. Thank you. സ്റ്റിൽ വണ്ടടിച്ചില്ലേ. ഇത് ഇന്നത്തെ ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ എന്റെ അല്ലായിരുന്നു. ആ. അല്ലാതെ നമ്മള് മാലി വരാൻ അന്ന് തീരുമാനിച്ചു. നമ്മള് പറഞ്ഞല്ല നമുക്ക് മാലി കൊണ്ടുപോവാന്നാ. ശരിയാ. അതിൽ നമ്മൾ പ്രിന്റർ വാങ്ങിക്കാന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിശ്വസിച്ചാണ്. പ്രിന്റർ എന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം പറഞ്ഞത് ഇതെന്നാ പവർ ബാങ്ക് എന്നാ. ഇത് ബെഡ് വൈപ്സ് വെച്ച് തുടങ്ങിയാണ്. ഡ്രൈ ആയതുകൊണ്ട് ചെറിയതായിട്ട് നാക്ക് കണ്ട എവിടെയോ തട്ടിയുണ്ട്, നാക്ക് ചെറുതായിട്ട് മുറിക്കുന്നുണ്ട്. തുമ്പ് കറക്റ്റ് ആ ഒരു തുമ്പ് മുറി. എവിടെയോ അവൻ തന്നെ കൊണ്ട് ചിരിച്ചായിരിക്കും, തലകണയിലോ അല്ലെങ്കിൽ എവിടെയോ. എവിടെ നിക്കുന്നതിന് സന്തോഷം കാണുന്നത് ഏതാണ്ട്. ഓ ചവിട്ടി നിൽക്കും അമ്മയുടെ. ആ അതിന്റെ സന്തോഷം. അയ്യോ കാണാൻ വെച്ച് എടുത്തു വെച്ചോണ്ടിരിക്കുന്നു. ഓല വന്നില്ല, തറയെ വെക്കാൻ പറഞ്ഞിട്ട് വെക്കുന്നില്ല. ഒന്നുമില്ലേ. ടിവിയുടെ സൗണ്ട് കേട്ടോണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താലും മതി, വീട്ടിൽ ഒരു അനക്കം ഫീൽ ചെയ്യും ആളുള്ളൊരു അനക്കമായിരിക്കും. സത്യം സത്യം. അല്ലേ? അതുപോലെ നമ്മൾ തന്നെ എത്ര സിനിമ തിയേറ്ററിലൊക്കെ പോയി കണ്ടാലേ നമ്മൾ വീട്ടിൽ ഇരുന്ന് നൈറ്റ് ഒക്കെ സിനിമ ആണ്, അതൊരു വൈബാ. അതൊരു വേറൊരു ഫീൽ. അപ്പൊ നമ്മള് വീട്ടിൽ കയറി ചെന്നപ്പോഴേ ഒരു ടിവിയുടെ ഒരു ഓളം നമ്മൾ മിസ് ചെയ്തു. മാസ് ധാര സെലക്ഷനാ ബ്രദറാണ്. ഷൂസ് ചേച്ചി സെലക്ട് ചെയ്ത്, ഷർട്ട് സെലക്ട് ചെയ്ത്. You selected. ഷർട്ട് ഞാനാണോ? ആ അടിപൊളിയാണ്. അണ്ണനെ ഈ ലുക്ക് കണ്ടിട്ടില്ല, അത് ഫസ്റ്റ് ടൈം. First time സത്യത്തിൽ ഇങ്ങനെ നടക്കണ അടിപൊളി ഇല്ലേ? young now. യാ I've told him so many times, wear like this shirt, wear like this shirt. He is not this. അണ്ണനിപ്പോ കോളറുള്ള ടീഷർട്ട് ഒക്കെയാണ് ഇഷ്ടം. അമ്മമാരെപ്പോഴും നിങ്ങൾ ഇങ്ങനത്തെ ഇട്ടാൽ മതി. നരേന്ദ്രപ്രസാദ് ആരുണ്ടല്ലോ ഇങ്ങനെ. ഉമ്മോട് സെൽഫ് ലവ് കിസ് കരാകുമ്പോ സ്വന്തമായിട്ട് കാണാൻ ഇഷ്ടം ഉമ്മോട്. ഹേ ഗായ്സ്, അപ്പൊ നമ്മളിതേ റൂഫ് ടോപ്പിലാണ് സുഹൃത്തുക്കളെ, ഫ്ലാറ്റിന്റെ. അത്രയും വേണ്ട. ദേ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പനച്ചുംബികളായിട്ടുള്ള മുംബൈയിലെ നഗരവാക്കി വീട് കംപ്ലീറ്റ് ചെയ്യുന്ന വീതികൾ, നഗരവീതികൾ എന്നൊക്കെ പറയാം. ദേ സത്യം പറഞ്ഞ എന്തോരം ഫ്ലാറ്റാണ് നോക്കി. എത്ര പേരാണ് ജോലി ചെയ്യുന്നത്, എത്ര പേരാണ് താമസിക്കുന്നത്. എന്റെ ദൈവമേ, ട്രാഫിക് നോക്കടി, ഇതി നോക്കടി, വ്യൂ നോക്ക്. ഓഫീസ് ടൈം വൈകുന്നേരം ഒരു ചായയൊക്കെ ആയിട്ടേ അതിന്റെ നടുക്കോട്ട് പോയി നിൽക്കണം. നടുക്കോട്ടല്ല, ഇവിടെ നിന്ന് ഏറ്റവും ഇഷ്ടമല്ലാത്ത മുംബൈയിലെ കുറച്ച് കാര്യങ്ങൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം വെച്ചാൽ ഈ പൊളിറ്റീഷ്യൻസിന്റെ ഒക്കെ ബർത്ത്ഡേ, അങ്ങനത്തെ ബർത്ത്ഡേ വരുമ്പോഴത്തേക്കും ഈ മെട്രോയുടെ താഴെ കൊണ്ടിട്ട് അവർക്ക് ഹാപ്പി ബർത്ത്ഡേ അടിച്ചിട്ട് ആരെങ്കിലും വിഷയത്തായിരിക്കും അവരുടെ ലോക്കലായിട്ടുള്ള നേതാക്കന്മാർക്ക് അയക്കുന്നത്. അത് ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അയക്കുന്നത് പക്ഷേ വൃത്തികേടാണ്. സത്യം. ലേഡീസിനൊക്കെ സേഫാണ്. അങ്ങനത്തെ ന്യൂസ് ഒന്നും വരാറില്ല. കാര്യം പോലീസിന്റെ ഭാഗത്തുനിന്നായാലും നല്ല
നല്ല ഇതുണ്ട്, സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരിക്കും എല്ലായിടത്തും. TV ഇന്നുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ സോണിയുടെ ഡീലർ വന്ന് നമ്മൾ ഇൻസ്റ്റാളൊക്കെ ചെയ്ത്, അതുമല്ല സെറ്റിയും വാങ്ങി, അത് ബെഡ് ടൈപ്പ് ആക്കുന്ന സെറ്റിയൊക്കെ വാങ്ങിച്ചു. അപ്പം എല്ലാം റെഡിയായി. പിന്നെ അപ്പോഴത്തേക്ക് ചേച്ചി പോയി, ചേച്ചിയോട് ഇല്ല, ചേച്ചി വരാൻ ടൈമായി, ഓഫീസിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മേളിൽ വന്ന് പക്ഷേ റീൽസും ഷൂട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ 7 മണിയായിട്ടും അവിടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നൈസാണ്. അല്ല, ഇതാണ് നമ്മളെ ഇൻട്രോയിൽ പറഞ്ഞ ആ സ്ലം പ്ലേസ്. ആ കാലങ്ങനെ എടുത്തെടുത്ത് വെക്കാറിയല്ലോ അല്ലേ? അവനങ്ങനെ വാക്കണം നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ലേ? ഇഷ്ടമല്ല. നെഞ്ചത്ത് പിടി, അവിടെ പിടി. അതാരാ വരുന്നേ? അതാരാ? shadow. ചേച്ചി അപ്പോൾ ഓഫീസിൽ നിന്നൊക്കെ പോയിട്ട് വന്നിട്ട് വടാപ്പാവ് വാങ്ങിച്ചു. ഓ ശരി. അയ്യോ, മിന്റ് ഉണ്ട് കേട്ടോ ഗൈസ്. മിന്റ്, ഇവര് മിന്റ് ഇല്ലാത്തൊരു പരിപാടിയില്ല. മിന്റ് സവാള ഇല്ലാതെ സവാള ഇത്. Spicy because you put that green chili ज़्यादा. I saw, yes. Very beautiful. മനസ്സിലായോ? അതിന്റെ പേരല്ലേ നമ്മളെ ഈ വീഡിയോ. ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞു. അത് അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ഈ കൂടുതൽ നമ്മുടെ മുംബൈയിലെ കുറേ വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഓഫീസിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പം അതിന്റെ പേരാ ഹാപ്പി. അപ്പോൾ ഹോപ്പി എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.